എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളങ്ങനെ ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ യൂങ്ഫ്രോയുടെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും ഏകദേശം 7500ഓളം അടി ഡിസെൻഡ് ചെയ്ത് വെങ്കൻ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമീണ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ പാസഞ്ചേഴ്സ് ഡിസംബാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കുറേ പേര് ബോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ഏകദേശം 1500ഓളം അടി താഴേക്ക് പോയാലാണ് ലോട്ടർബ്രണ്ണൻ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തുക. ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്വിസ് ഗ്രാമത്തിൻ്റെ എല്ലാ സവിശേഷതകളും എല്ലാ മനോഹാരിതയും ഉൾക്കൊള്ളുന്ന ഒരു അതിമനോഹര ഗ്രാമമാണ് ലോട്ടർബ്രണ്ണൻ. തീർച്ചയായിട്ടും ലോട്ടർബ്രണ്ണൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ലോട്ടർബ്രണ്ണനിൽ നമുക്കൊരു വാട്ടർഫോൾസ് കാണാനുണ്ട്. തീർച്ചയായിട്ടും യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഒരു വാട്ടർഫോൾസ് ആണ്. അപ്പോൾ ഈ വെങ്കൻ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങി, കയറാനുള്ളവരൊക്കെ കയറി. അപ്പോൾ ഇനി നമ്മൾ ലോട്ടർബ്രണ്ണനിലേക്ക് പോകുന്നതായിരിക്കും. ഈ മലനിരകളിൽ കൂടെ വളഞ്ഞ് പുളഞ്ഞ് ഒരു പാമ്പിനെ പോലെയാണ് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ താഴേക്ക് പോകുന്നത്. യൂങ്ഫ്രോയിൽ സ്നോ അല്ലാതെ മറ്റൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് പച്ചപ്പ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ച പുൽമേടുകൾക്ക് മുകളിൽ ഇങ്ങനെ സ്നോ വീണ് കിടക്കുന്ന കാണാൻ അടിപൊളി കാഴ്ചയാണ്. ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആൽപ്സിൻ്റെ സ്നോ ക്യാപ്ഡായിട്ടുള്ള മറുഭാഗത്തുള്ള മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴ്വാരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കവിടെ ഒരു കൊച്ചു ഗ്രാമം കാണാം. അതാണ് ലോട്ടർബ്രണ്ണൻ. നേരത്തെ പറഞ്ഞ വാട്ടർഫോൾസ് ഒരു നൂല് പോലെ മുകളിൽ നിന്ന് ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നേ നമുക്ക് കാണാം. താഴേക്ക് പോകുന്തോറും മഞ്ഞിൻ്റെ പുതപ്പ് നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ലോട്ടർബ്രണ്ണൻ്റെ മനോഹരമായ താഴ്വാരത്തിലേക്ക് വളരെ പതിയെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോട്ടർബ്രണ്ണൻ സ്റ്റേഷൻ. സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്ക് കാണാനുണ്ട്. എന്തായാലും നമുക്കിവിടെ ഇറങ്ങാം. അങ്ങനെ ലോട്ടർബ്രണ്ണൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വിസ് പാരമ്പര്യം അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള നിർമ്മിതികളാണ്. എത്ര ലളിതവും സുന്ദരവും അല്ലേ? ബ്യൂട്ടിഫുൾ. ഈ സബ്വേയിലൂടെ ഇറങ്ങി പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത് നമുക്കങ്ങനെ ലോട്ടർബ്രണ്ണൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ലോട്ടർബ്രണ്ണനിൽ നല്ല പച്ചപ്പാണ്. ഇവിടെ നോക്കിയാലും കണ്ടില്ലേ, നല്ല പുൽമേടുകൾ. അതാണ് ലോട്ടർബ്രണ്ണൻ്റെ പ്രത്യേകത. ഒരു വലിയ താഴ്വാരം. ഒരു കഫേ ഇവിടെ കാണാം. നമുക്ക് ഇതിൽ കയറി എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. പനിയുടെ ലക്ഷണം നന്നായിട്ടുള്ളതുകൊണ്ട് ഒരു സൂപ്പ് ട്രൈ ചെയ്യാമെന്ന് കരുതി. ചിലപ്പോൾ ഒരു സൂപ്പൊക്കെ കുടിക്കാൻ ബോഡി ഒന്ന് ചൂടാവും. അപ്പോൾ പനിയുടെ ലക്ഷണങ്ങളൊക്കെ കുറച്ച് പറയും. നമ്മളിവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ പല ഓപ്ഷൻസ്, സൂപ്പിൻ്റെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. സാൻഡ്വിച്ചുകളും സൂപ്പും ഒക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിലൊരു ഈവനിങ് സ്നാക്സും സൂപ്പും ഒക്കെ കഴിച്ചിട്ട് ഇനി ലോട്ടർബ്രണ്ണൻ്റെ കാഴ്ചകളിലേക്ക് മടങ്ങും. ലോട്ടർബ്രണ്ണൻ്റെ കാഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. കാരണം ഇപ്പോൾ മഴയില്ല, സ്നോ ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശപൂരിതമായിട്ടാണ്, നല്ല കാഴ്ചകളായിരിക്കും. അതിമനോഹരമായ ഒരു ചെറിയ വില്ലേജാണ് ലോട്ടർബ്രണ്ണൻ. ഇവിടെയും നമ്മൾ സമ്മർ ടൈമിലോ അതല്ല എന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിലോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും. കാരണം അപ്പോഴേക്കും നിറയെ പൂക്കളായിരിക്കും. പൂക്കളുടെ ഒരു ലോകമാണ്. എന്തായാലും ഇപ്പോൾ അധികം പൂക്കളൊന്നും കാണാനില്ല. എന്നിരുന്നാൽ തന്നെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ സൂപ്പ് വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. സാൻഡ്വിച്ച് വന്നിരിക്കുകയാണ്. വലിയൊരു സാൻഡ്വിച്ചാണ്. ഇതാണ് സൂപ്പ്. ഐസ്ക്രീം പോലെ സൂപ്പ്. ഇത് ലാറ്റെ ചായയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ സൂപ്പ് വന്നിരിക്കുകയാണ്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ചെറിയൊരു ബ്രെഡുമുണ്ട്. പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടാണ്. ഈ ചൂട് നമുക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പ് കാലത്ത് ഇതുപോലൊരു സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴേക്ക് ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ സൂപ്പ് ട്രൈ ചെയ്യണം. അടിപൊളി സൂപ്പാണ് കേട്ടോ, സൂപ്പർ. അപ്പോൾ സൂപ്പൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ലോട്ടർ ബ്രണ്ണൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഈവനിങ് 4:30 ഇപ്പോഴും നല്ല പ്രകാശം കാണാം, നല്ല സൺലൈറ്റ് ഉണ്ട്. ഇതൊരു വളരെ ചെറിയ ഒരു വില്ലേജാണ്. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് മനോഹരമായ ആ വെള്ളച്ചാട്ടം കാണാം. കണ്ടില്ലേ, വളരെ ഉയർന്ന ആ മലയിൽ നിന്നും താഴേക്ക് വെള്ളച്ചാട്ടം ഇങ്ങനെ പതിക്കുകയാണ്. ഇത് വളരെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ കാഴ്ചകളിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ചെറിയ നിരത്തുകളൊക്കെയാണ്, പക്ഷെ അത്യാവശ്യം കാറുകളും ഒക്കെ അല്പം ബിസിയായിട്ട് നിരത്തുകളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. വളരെ സമാധാനപൂർണമായ ഒരു ചെറിയ വില്ലേജ്. നമുക്ക് ദൂരെ ആ മലമുകളിൽ നിന്നും വെള്ളം അങ്ങനെ താഴേക്ക് പതിക്കുന്നത് കാണാം. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു കാഴ്ചയാണ്. ദൂരെയൊക്കെ കാണുമ്പോൾ കുറേ ചെറിയ വീടുകൾ കാണാം. ഇതൊക്കെ ടിപ്പിക്കൽ സ്വിസ് വില്ലേജാണ്. മനോഹരമായ ചെറിയ ഒരു വീട് കണ്ടില്ലേ. അപ്പോൾ സ്വിസ് വില്ലേജുകളിലെ വീടുകളൊക്കെ ഈ രീതിയിലാണ്. അങ്ങ് മുകളിൽ കൂടെ ട്രെയിൻ താഴേക്ക് വരുന്നുണ്ട്. ഈ ട്രെയിനാണ് നമ്മൾ ലോട്ടർ ബ്രണ്ണനിലേക്ക് എത്തിയത്. അങ്ങനെ താഴേക്ക് വന്ന് കറങ്ങി തിരിഞ്ഞാണ് ഈ ട്രെയിൻ ഇവിടെ എത്തുന്നത്. ഇതൊക്കെയാണ് ഈ വില്ലേജുകളിലെ ചെറിയ വീടുകൾ. ഇവിടെ ഒരു ചെറിയ ജലപ്രവാഹമുണ്ട്. വളരെ ശക്തമായ രീതിയിലാണ് ഈ ജലപ്രവാഹം. യഥാർത്ഥത്തിൽ ആ മലമുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ഇങ്ങനെയാണ് താഴേക്ക് ഡ്രെയിൻ ചെയ്തു പോകുന്നത്. കണ്ടില്ലേ, ആൽപ്സിൽ നിന്നും ആ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് താഴേക്ക് വരുന്നത്. അതിങ്ങനെ കനാലുകളായിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് ഒഴുകി പോകുന്നു. ഒരു ചെറിയ ഹോസ്റ്റലുണ്ട് ഇവിടെ. ഇവിടെ വരുന്നവർക്ക് താമസ സൗകര്യങ്ങൾക്കായി ചെറിയ ചെറിയ ഹോട്ടലുകളും ചെറിയ ചെറിയ ഹോസ്റ്റലുകളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ലോട്ടർ ബ്രണ്ണനാകട്ടെ ഇന്റർലാക്കിനാകട്ടെ അത്യാവശ്യം വളരെ എക്സ്പെൻസീവാണ് താമസത്തിൻ്റെ കാര്യത്തിൽ. കാരണം ഇതൊക്കെ ഒരു വളരെയധികം പോപ്പുലറായ ടൂറിസ്റ്റിക് സ്പോട്ടുകളാണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകളും ഈ ഭാഗങ്ങളിലൊക്കെ എത്താറുണ്ട്. ലോകത്തിൻ്റെ മറ്റു നാനാഭാഗങ്ങളിലും ഉള്ളവരെ പോലെ തന്നെ. ഒരു ലോഗ് ഹൗസാണ്, ലോഗുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഹൗസ്. ഇങ്ങനെയുള്ള ഒരുപാട് വീടുകളും സ്വിറ്റ്സർലൻഡിൽ നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാം, ഗ്രാമപ്രദേശങ്ങളിൽ. ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ വെള്ളച്ചാട്ടം
നല്ല രീതിയിൽ കാണാൻ സാധിക്കും. എത്രയോ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം, ഈ ജലപ്രവാഹം താഴേക്ക് പതിക്കുന്നത് അല്ലേ. അപ്പോൾ ആൽപ്സിൻ്റെ മുകളിൽ നിന്നുള്ള മഞ്ഞൊക്കെ ഉരുകിയാണ് ഈ ജലപ്രവാഹം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സീനിക്കായിട്ടുള്ള, വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു വില്ലേജ്. അപ്പോൾ ഇങ്ങനത്തെ വില്ലേജുകളൊക്കെ സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ഉള്ളതാണ്. പട്ടണങ്ങളിലെ ജീവിതത്തെക്കാളും ഇതുപോലെയുള്ള വില്ലേജുകളിലെ ജീവിതമാണ് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത്. വളരെ ശാന്തസുന്ദരമായ പ്രദേശങ്ങൾ. നിങ്ങൾക്കൊക്കെ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ലോട്ടർ ബ്രണ്ണനിലെ തെരുവിൽ കൂടെ ഒരു ഈവനിങ് വാക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളാണ്, താമസ സൗകര്യങ്ങൾ, റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ ലോട്ടർ ബ്രണ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാട്ടർഫോളുകളുണ്ട്. ഏകദേശം 72ഓളം വാട്ടർഫോളുകളാണ് ലോട്ടർ ബ്രണ്ണനിൽ അതേ രീതിയിലുള്ളത്. ഇവിടെ മനോഹരമായ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, കല്ലുകൾ കൊണ്ട് ഒരു ബോൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു സ്ട്രക്ചർ അല്ലേ. വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ചെറിയ ബോള് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ ബോള്. അവിടെയായി കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടം. കണ്ടില്ലേ, ആൽപ്സിൻ്റെ മുകളിൽ നിന്ന് മഞ്ഞുരുകി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ലോട്ടർ ബ്രണ്ണൻ്റെ മനോഹരമായ കാഴ്ചകൾ. ആ ഭാഗങ്ങളിലെല്ലാം വില്ലേജ് ഏറിയയാണ്. ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാം. അങ്ങനെ ലോട്ടർ ബ്രണ്ണൻ്റെ കാഴ്ചകളോട് വിട പറയാൻ നേരമായി. കാരണം ഈവനിങ് ടൈം ആകുമ്പോഴേക്കും തണുപ്പ് കൂടിക്കൂടി വരികയാണ്. നമ്മൾ അടുത്ത ട്രെയിൻ പിടിച്ച് ഇന്റർലാക്കൻ വെസ്റ്റിലാണ് നമ്മൾ താമസിക്കുന്നത്, അവിടേക്ക് പോവുകയാണ്. നാളെ അതിമനോഹരമായ മറ്റൊരു സ്വിസ് നഗരത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തോടുകൂടി ഇന്റർലാക്കൻ്റെയും ലോട്ടർ ബ്രണ്ണൻ്റെയും ഗ്രിൻഡൽവാൾഡിൻ്റെയും ഒക്കെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ വീഡിയോകളുമായി ഇനിയും കാണാം. സൈനിങ് ഓഫ്.